ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു ചെറുപയർ കറി ഉണ്ടാക്കിയാലോ. ഞാൻ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഈ ചെറുപയർ കറി. നമുക്ക് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ഞാൻ തലേ ദിവസം തന്നെ ഒരു 250 ഗ്രാം ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചെടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാനൊരു 10 വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് ഇഞ്ചിയും ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം ഞാൻ കുറച്ച് കൊച്ചുള്ളി കൂടെ ചതച്ചെടുക്കുന്നുണ്ട്. ഇത് മൂന്നും ചതച്ചത് കൂടാതെ ഒരു സവാളയും ഒരു 2 പച്ചമുളകും ഞാൻ കീറിയെടുക്കുന്നുണ്ട്. കുക്കറിലോട്ട് കഴുകി മാറ്റി വെച്ച് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 250 ഗ്രാം ചെറുപയറിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പ് വെള്ളം, അതായത് ചെറുപയർ മുങ്ങുന്ന അളവിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് നല്ല രീതിക്ക് ഒരു 3 to 4 വിസിൽ അടിച്ചെടുത്താൽ മതിയാവും. ഈ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കണം. ഒരു മൂടി നാളികേരം ചിരകിയതും 1 ടീസ്പൂൺ ജീരകം കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് അരച്ചെടുക്കുന്നുണ്ട്. കുക്കറിൽ ആവി പോയതിനു ശേഷം തുറക്കുമ്പോൾ ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതിലോട്ട് നമുക്ക് മാറ്റി വെച്ചിരുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് നല്ല രീതിക്ക് വഴണ്ട് വരണം. വഴണ്ട് ഒരു ബ്രൗൺ ആയി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മുടെ ചെറുപയർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വന്നത് നമുക്ക് മാറ്റിയെടുക്കാം. പരിപാടി കഴിഞ്ഞു. ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മതി. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുകും പൊട്ടിച്ച് ഇച്ചിരി വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ താളിപ്പും റെഡിയായി. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാവുന്ന ഒരു ചെറുപയർ കറിയാണ്. ഈ താളിപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനത് ഇടുന്നില്ല, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ കറി റെഡിയാണ്. അപ്പം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുറേ പേർക്കൊക്കെ അറിയുമായിരിക്കും, പക്ഷെ അറിയാത്തവർക്കും ഇത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. രാവിലെ നല്ല പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓണം റെസിപ്പീസ് ഉടനെ വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.